Assalamu Alaikum. Hello my dears. Good morning to all. Let's say dua for knowledge. Rabbi yassir wala tu'assir wa tammim bil khair wa bika nasta'inu ya fatahu rabbi sidni ilma. Rabbi sidni ilma. Rabbi sidni ilma. In the previous class, we discussed about the properties of a multiplication of a integers. That is first property and second property we are discussed. Okay. So first one is closure under multiplication. That is a and b are two integers. If a and b are two integers, ab is also an integer, isn't it? That is a b എന്ന് പറയുന്ന രണ്ട് integers ആണെങ്കിൽ അതിന്റെ പ്രോഡക്റ്റ് അത് തമ്മിൽ എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ ഒരു integer ആയിരിക്കും. Then second one is commutativity of multiplication. That is if a and b are two integers, we can write their product ab is equal to ba. എയും ബിയും രണ്ട് ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെയാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എ ബി ഇസ് ഈക്വൽ ടു ബി എ ആയിരിക്കും. ദാറ്റ് ഈസ് അതിൻ്റെ പ്രോഡക്റ്റിനെ നമുക്ക് എ ബി ഇസ് ഈക്വൽ ടു ബി എ എന്ന് എഴുതാം. ഓക്കെ. ദെൻ the third property is multiplication by zero. So multiplication by zero എന്ന് പറയുമ്പോഴേ നമുക്കറിയാം എന്തായിരിക്കും, ബൈ സീറോ ആണ് അല്ലേ. അപ്പൊ സീറോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഈ പ്രോപ്പർട്ടി പറയുന്നത്. ഓക്കെ. മൾട്ടിപ്ലിക്കേഷൻ ബൈ സീറോ എന്ന് പറയുന്നത് ഏതൊരു ഇൻറ്റിജേഴ്സിനെയും, അത് പോസിറ്റീവ് ഇൻറ്റിജർ ആയാലും നെഗറ്റീവ് ഇൻറ്റിജർ ആയാലും, സീറോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ത് തന്നെ ആയിരിക്കും, സീറോ തന്നെ ആയിരിക്കും. ഓക്കെ. ദാറ്റ് ഈസ് എ ഇൻറ്റു സീറോ ഇസ് ഈക്വൽ ടു സീറോ. ഏതൊരു ഇൻറ്റിജറിനെയും, എ ഈസ് ആൻ ഇൻറ്റിജർ, ആ ഇൻറ്റിജറിനെ നമ്മൾ സീറോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെ ആയിരിക്കും, സീറോ തന്നെ ആയിരിക്കും. അപ്പോൾ സീറോ ഇൻറ്റു എ എന്ത് തന്നെ ആയിരിക്കും, സീറോ തന്നെ ആയിരിക്കും. സീറോ മൾട്ടിപ്ലിക്കേഷനിൽ എവിടെ വന്നാലും എന്ത് തന്നെ ആയിരിക്കും, സീറോ തന്നെ ആയിരിക്കും. ഓക്കെ. എക്സാമ്പിൾ -3 ഇൻറ്റു സീറോ. വാട്ട് ഇസ് ദ ആൻസർ? ഏതൊരു നമ്പറിനെയും സീറോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സീറോ തന്നെ ആയിരിക്കും കിട്ടുന്നത്. സോ ഏത് ഇൻറ്റിജേഴ്സിനെയും, ഏതൊരു ഇൻറ്റിജറിനെയും സീറോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ത് തന്നെ ആയിരിക്കും, സീറോ തന്നെ ആയിരിക്കും. സോ സീറോ ഇൻറ്റു -5, വാട്ട് ഇസ് ദ ആൻസർ? സോ ഓൾസോ സീറോ. സോ ദിസ് ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് എ മൾട്ടിപ്ലിക്കേഷൻ ബൈ സീറോ. ദിസ് ഇസ് ദ പ്രോപ്പർട്ടി മൾട്ടിപ്ലിക്കേഷൻ ബൈ സീറോ. ഏതൊരു നമ്പറിനെ, ഏതൊരു ഇൻറ്റിജറിനെയും സീറോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ സീറോ തന്നെ ആയിരിക്കും. So product of two integers by and zero, the product of any integer and zero, we get the answer zero. Okay. Next property is, ഇതൊക്കെ ഈസി പ്രോപ്പർട്ടീസ് ആണ്. ഇതൊക്കെ ജസ്റ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാവുന്ന പ്രോപ്പർട്ടീസ് ആണ്. നെക്സ്റ്റ് പ്രോപ്പർട്ടി is fourth property, multiplicative identity. ഓക്കെ. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്നാണ് പ്രോപ്പർട്ടിയുടെ പേര്, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. വാട്ട് ഇസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു 1, ദാറ്റ് ഇസ് എ. ദാറ്റ് ഈസ് ഏതൊരു നമ്പറിനെയും ഏതൊരു ഇൻറ്റിജറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം ഇൻറ്റിജർ തന്നെ ആയിരിക്കും കിട്ടുന്നത്. എ ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു എ. ലെറ്റ്സ് ചെക്ക് 3 ഇൻറ്റു 1. വാട്ട് ഇസ് ആൻസർ? 3. ഓക്കെ. -4 ഇൻറ്റു 1, ആൻസർ -4. ഓക്കെ. നമ്മൾ ഇതാണ് ഇൻറ്റിജർ. ഇൻറ്റിജറിനെ നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ ആൻസർ സെയിം ഇൻറ്റിജർ. ഓക്കെ. നമുക്ക് ആ സെയിം ഇൻറ്റിജർ തന്നെ ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. -4 ഇൻറ്റു 1, -4 എന്ന് പറയുന്നതാണ് നെഗറ്റീവ് ഇൻറ്റിജർ. നെഗറ്റീവ് ഇൻറ്റിജറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ നെഗറ്റീവ് ഇൻറ്റിജർ തന്നെ ആയിരിക്കും കിട്ടുന്നത്. സോ വി ക്യാൻ റൈറ്റ് 1 ഈസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഫോർ ഇൻറ്റിജേഴ്സ്. 1 ഈസ് ദ One is the multiplicative identity
4 integers. One is the multiplicative identity for integers. One ine engane parayam namukku 1 ennu parayunnathu integers inde multiplicative identity rule follow cheyyunnana. A into 1 ennu parayunnathu a aanu. Edoru integers neyum 1 kondu multiply cheyidal same integer thanne aayirikkum namukku kittunnathu. Okay, this is the multiplicative identity. Then minus 1 is not multiplicative identity for integers. 1 multiplicative identity ആണ്, പക്ഷേ മൈനസ് 1 എന്ന് പറയുന്നത് multiplicative identity അല്ല. A into minus 1. A into minus 1 എന്ന് പറയുന്ന ആൻസർ എന്ത് കിട്ടും? മൈനസ് എ ആണ് കിട്ടുന്നത് അല്ലേ. ഒരു നമ്പറിനെ നമ്മൾ മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് എ ആണ്. എ എന്ന് പറയുന്ന ഒരു നമ്പറിനെ മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് എ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, 3 ഇൻറ്റു മൈനസ് 1. വാട്ട് ഇസ് ദ ആൻസർ? 3 ഇൻറ്റു മൈനസ് 1 ഒരു പോസിറ്റീവ് നമ്പറാണ്, ഒരു നെഗറ്റീവ് നമ്പറാണ്. സോ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 3 ഇൻറ്റു 1. ദെൻ നമ്മൾ നെഗറ്റീവ് ഉണ്ടോ നോക്കുക. 1ന് നെഗറ്റീവ് ഉണ്ട്, സോ നമ്മൾ നെഗറ്റീവ് പ്ലേസ് ചെയ്യുക. സോ മൈനസ് 3. ദെൻ minus 4 into minus 1. Minus 4 into minus 1. Minus 4 is a negative integer, minus 1 is a negative integer. Okay, so രണ്ട് നെഗറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. സോ 4 into 1 എന്ന് പറയുന്നത് 4 തന്നെ ആയിരിക്കും. സോ നോക്കിയേ, ഈ രണ്ട് കേസിലും ഒരു ഇൻറ്റിജേഴ്സിനെ നെഗറ്റീവ് 1 മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, വൺസ് അഗെയിൻ, ഒരു നെഗറ്റീവ് ഇൻറ്റിജറിനെ മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് അതിൻ്റെ പോസിറ്റീവ് നമ്പർ കിട്ടി. ദാറ്റ് ഈസ് ഇൻറ്റിജേഴ്സിനെ മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആ ഇൻറ്റിജറിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ആ നമ്പറിൻ്റെ ഓപ്പോസിറ്റ് നമ്പർ. 3 ആണെങ്കിൽ മൈനസ് 3 ആയിരിക്കും, 100 ആണെങ്കിൽ മൈനസ് 100 ആയിരിക്കും. മൈനസ് 100ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് 100 ആയിരിക്കും. ഓക്കെ, സോ അതുപോലെ തന്നെയാണ് ഈ മൈനസ് 1 കൊണ്ട് ഏതൊരു ഇൻറ്റിജേഴ്സിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ആ ഇൻറ്റിജറിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാം? മൈനസ് 1 ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്, sorry, minus 1 is not multiplicative identity for integers. Okay, minus 1 is not multiplicative identity of integers. A into minus 1 മൈനസ് എ ആണ്. എ എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണ്. മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? എൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് കിട്ടിയത്. 3 ഇൻറ്റു മൈനസ് 1 എന്താ ആൻസർ കിട്ടിയ? മൈനസ് 3. 3 എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. സോ നമുക്ക് കിട്ടിയ ആൻസർ നെഗറ്റീവ് ഇൻറ്റിജർ ആണ്. സോ 3ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് നമുക്ക് കിട്ടിയത്. മൈനസ് 4 ഇൻറ്റു മൈനസ് 1 ആൻസർ 4 ആണ് കിട്ടിയത്. ദാറ്റ് ഇസ് മൈനസ് 4 എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണ്. ആ ഇൻറ്റിജറിനെ മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം മൈനസ് 4 എന്ന് പറയുന്നത് നെഗറ്റീവ് ഇൻറ്റിജർ ആണ്. മൈനസ് 4ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം നമുക്ക് കിട്ടിയത്. ഓക്കെ, ദിസ് ഇസ് ദ മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റി. Multiplicative identity. This the fourth property is multiplicative identity. Multiplicative identity. Then fifth property is associativity property. അതായത് associativity for multiplication. അസോസിയേറ്റിവിറ്റി ഫോർ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ അഡിഷൻ്റെ കേസിൽ എന്തുവായിരുന്നു അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അഡിഷൻ്റെ കേസിൽ ബ്രാക്കറ്റ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എ പ്ലസ് ബ്രാക്കറ്റ് ഓഫ് ബി പ്ലസ് സി. ഇതാണ് നമ്മൾ അഡിഷൻ്റെ കേസിലുള്ള അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത്. ഇതുപോലെ തന്നെയാണ് എന്ത് അസോസിയേറ്റീവ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ നമ്മൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത് ഇതുപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ അഡിഷൻ ആണെങ്കിൽ ഇവിടെ എന്ത് വരും? മൾട്ടിപ്ലിക്കേഷൻ വരും. ഓക്കെ, എ ആൻഡ് ബി ആർ 2, എ ബി ആൻഡ് സി
integers. A and B are 3 integers ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് A into B into C bracket of A into B into C is equal to A into bracket of B into C. നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ പ്രോഡക്റ്റ് തന്നെയാണ് എടുക്കുന്നത്. ആദ്യം ചെയ്യുന്നത് എന്താ? ആദ്യത്തെ രണ്ട് നമ്പർ ഗ്രൂപ്പ് ചെയ്ത് മൂന്നാമത്തെ നമ്പറിലൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും ആദ്യത്തെ നമ്പറിലൂടെ സെക്കൻഡും തേർഡും നമ്പർ ഗ്രൂപ്പ് ചെയ്ത് ഫസ്റ്റ് നമ്പറിലൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും എന്ത് തന്നെ ആയിരിക്കും? ഈക്വൽ ആയിരിക്കും. നമുക്ക് ഇതിനെ മൂന്നിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്ത് തന്നെയാണ് ആൻസർ കിട്ടുന്നത്? സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ -3 -2 5. -3 -2 5 are the three negative integers. -3 -2 5 എന്ന് പറയുന്ന മൂന്ന് integers ആണ്. നമുക്ക് ഇതിന്റെ പ്രോഡക്റ്റ് എങ്ങനെ എടുക്കാം? -3 into -2 into 5. ഇതാണ് നമ്മൾ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുന്നത്. -3 into -2 into 5. ഓക്കെ, നമുക്ക് ഈ ഇക്വേഷൻ, നമുക്ക് ഈ പ്രോപ്പർട്ടി നമുക്ക് ഈ എക്സാമ്പിളിൽ ചെക്ക് ചെയ്യാൻ കറക്റ്റ് ആണോ? നമ്മൾ എന്താ പറയുന്നത്? ഫസ്റ്റ് രണ്ട് നമ്പേഴ്സ് ഗ്രൂപ്പ് ചെയ്ത് മൂന്നാമത്തെ നമ്പറിലൂടെ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഫസ്റ്റ് രണ്ട് നമ്പേഴ്സ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുകയാണ്. സോ -3 into -2 into 5. ഓക്കെ, ബ്രാക്കറ്റ് ഓഫ് -3 into -2 into 5. ദാറ്റ് ഈസ് ഫസ്റ്റ് നമ്മൾ ഈ രണ്ട് നമ്പേഴ്സ് ചെയ്യുക. ഫസ്റ്റ് ബ്രാക്കറ്റിലുള്ളത് വേണം നമ്മൾ ഓപ്പൺ ചെയ്ത് എഴുതാൻ. സോ -3 into -2 എന്താ ആൻസർ കിട്ടുന്നത്? രണ്ട് നെഗറ്റീവ് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. സോ 3 into 2 എന്ന് പറയുന്നത് 6 ആണ്. -3 into -2 മൾട്ടിപ്ലൈ -3 into -2 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടും? 6 ആയിരിക്കും ആൻസർ കിട്ടുന്നത്. സോ -2 മൈനസ് പ്ലസ് ആണ്. സോ -3 into -2 എന്ന് പറയുന്നത് 6 ആണ്. ദെൻ ബാക്കി പാർട്ടുണ്ടല്ലോ, into 5. സോ ആൻസർ ഈസ് 30. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ലെഫ്റ്റിലുള്ള പാർട്ട് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 30 ആൻസർ കിട്ടി. സോ നമുക്കിനി അടുത്ത റൈറ്റിലുള്ള പാർട്ട് ചെയ്യാം. അതെന്താ പറയുന്നത്? -3 into -2 into 5. അതുപോലെ തന്നെ, പക്ഷെ ഗ്രൂപ്പ് ചെയ്തേക്കുന്ന ഏത് നമ്പേഴ്സാണ്? സെക്കൻഡും തേർഡും നമ്പേഴ്സാണ് ഗ്രൂപ്പ് ചെയ്തത്. ഓക്കെ, സോ ദ ആൻസർ ഈസ്, ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബ്രാക്കറ്റിലുള്ള നമ്പേഴ്സാണ് ഫസ്റ്റ് ചെയ്യുന്നത്. സോ -3 into -2 into 5. -2 into 5 എന്താണ് ആൻസർ വരുന്നത്? -10. സോ ആൻസർ ഈസ് -3 into -10. -3 into -10 എന്ന് പറയുന്നത് രണ്ട് നെഗറ്റീവ് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. സോ 3 into 10 എന്ന് പറയുന്നത് 30 ആയിരിക്കും. സോ ലെഫ്റ്റ് പാർട്ടും റൈറ്റ് പാർട്ടും എന്ത് തന്നെയാണ്? സെയിം ആൻസർ തന്നെ. വി ഗെറ്റ് ദ സെയിം ആൻസർ, ദാറ്റ് ഇസ് 30. ഓക്കെ, അപ്പം നമുക്ക് ഈ റൂൾ എന്താന്ന് പറയാം? നമുക്ക് ഈ ABC എന്ന് പറയുന്ന മൂന്ന് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? ബ്രാക്കറ്റ് ഓഫ് A into B into C is equal to A into B bracket of BC. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ 7 -6 and 4. മൂന്ന് നമ്പേഴ്സ് ആണ്. 7 -6 4. ഇതിനെ നമുക്ക് പ്രോഡക്റ്റ് ആക്കാം. പ്രോഡക്റ്റ് എടുക്കുന്നത് എങ്ങനെയാ? ഫസ്റ്റ് മൂന്ന് നമ്പേഴ്സ് കൂടെ നമ്മൾക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ചെയ്തത് എന്തായിരുന്നു? ആദ്യത്തെ രണ്ട് നമ്പേഴ്സ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുക. സോ 7 into -6. വാട്ട് ഇസ് ദ ആൻസർ? 7 into -6. 7 ഒരു പോസിറ്റീവ് നമ്പർ ഒരു നെഗറ്റീവ് നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും കിട്ടുന്നത്. സോ 7 into 6 എന്ന് പറയുന്നത് 7 6 are 42. സോ -42 into 4. Isn't it? -42 into 4. നമ്മൾ into 4 ബാക്കി ബാലൻസ് ഉള്ളതാണ് നമ്മൾ എഴുതുന്നത്. സോ -42 into 4. -42 into 4 ചെയ്യുക. 42 into 4 ഒരു നെഗറ്റീവ് ഇൻറ്റിജർ ആണ്. 4 എന്ന് പറയുന്നത് -42 ഇസ് എ നെഗറ്റീവ് ഇൻറ്റിജർ, 4 ഇസ് ദ പോസിറ്റീവ് ഇൻറ്റിജർ. ഒരു നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ആൻസർ എന്ത് തന്നെ ആയിരിക്കും കിട്ടുന്നത്? ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും കിട്ടുന്നത്. സോ -168.
ഓക്കെ 160 minus 168 ആണ് ആൻസർ. ഇത് ഫസ്റ്റ് ലെഫ്റ്റ് പാർട്ടാണ്. ദാറ്റ് ഈസ് എ ഇൻറ്റു ബി ഇൻറ്റു സി ചെയ്യുമ്പോൾ ഓക്കെ ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. എ ബ്രാക്കറ്റ് ഓഫ് എ ഇൻറ്റു ബി ഇൻറ്റു സി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബ്രാക്കറ്റ് ഓഫ് ബി ഇൻറ്റു സി. ഓക്കെ സോ നമ്മൾ ഈ പാർട്ട് ചെയ്ത് അടുത്ത് നമ്മൾ റൈറ്റ് പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഇസ് 7 ഇൻറ്റു -6 ഇൻറ്റു 4. സോ സെക്കൻഡും തേർഡും നമ്പറാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്. സോ ആൻസർ ഈസ് 7 ഇൻറ്റു ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? -6 ഇൻറ്റു 4 ആണ് ചെയ്യേണ്ടത്. -6 ഇൻറ്റു 4. സോ നെഗറ്റീവ് ഇൻറ്റിജർ ആണ് -6. 4 എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. സോ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് വരുന്നത് ഒരു നെഗറ്റീവ് നമ്പറാണ്. സോ 6 4s are 24. -24. ഓക്കെ -24. സോ വി ഗെറ്റ് 24 ഇൻറ്റു 7 ചെയ്യുക. സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത് -168. ഓക്കെ 7 ഇൻറ്റു -24 എന്ന് പറയുന്നത് -168 ആണ് കിട്ടുന്നത്. സോ 7 ഇസ് എ പോസിറ്റീവ് ഇൻറ്റിജർ, -24 ഇസ് എ നെഗറ്റീവ് ഇൻറ്റിജർ. സോ വി ഗെറ്റ് -168. സോ പ്ലസ് പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഇൻറ്റിജർ ആയിരിക്കും കിട്ടുന്നത്. സോ ആൻസർ ഈസ് -168. സോ ഇത് നമുക്ക് രണ്ട് നമ്പേഴ്സ് നോക്കിയേ, ബോത്ത് സൈഡ്സ് ആർ ഈക്വൽ. ഓക്കെ ബോത്ത് സൈഡ്സ് ആർ ഈക്വൽ. സോ ദാറ്റ് ഈസ് ദ ആൻസർ ഈസ് -168. So we can say that the properties, that is the associativity property says that a into a in bracket of a into b into c is equal to a into bracket of b into c for all ഇൻറ്റിജേഴ്സ് എ ബി സി. ഓക്കെ ഏതൊരു ഇൻറ്റിജേഴ്സ് 3 ഇൻറ്റിജേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നാൽ നമുക്ക് പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് പറയാം, ആദ്യത്തെ 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് തേർഡ് നമ്പറിനൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഫസ്റ്റ് നമ്പറിനൂടെ സെക്കൻഡും തേർഡും നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തതും ഈക്വൽ ആയിരിക്കും. ഓക്കെ ദിസ് ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് അസോസിയേറ്റിവിറ്റി ഫോർ മൾട്ടിപ്ലിക്കേഷൻ. സോ a into bracket of a into b into c is equal to a into bracket of b into c, where a, b and c are integers. This is a fifth property of multiplication of integers, that is associativity property. Okay. So in this class we discussed about the 3 properties, that is first one is multiplication by 0. Multiplication by 0, the product of any integers and 0 is also an integer. ഏതൊരു ഇൻറ്റിജറിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ നെഗറ്റീവ് ഇൻറ്റിജർ ആയാലും പോസിറ്റീവ് ഇൻറ്റിജർ ആയാലും ഏതൊരു ഇൻറ്റിജേഴ്സിനെയും നമ്മൾ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0 തന്നെ ആയിരിക്കും. ദ നെക്സ്റ്റ് വൺ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്താ പറയുന്നത്, ഏതൊരു ഇൻറ്റിജറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ സെയിം ഇൻറ്റിജർ തന്നെ ആയിരിക്കും. ഓക്കെ സെയിം ഏത് നമ്പറിനെയാണോ നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് സെയിം നമ്പർ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ then one is the multiplicative identity for integers, but -1 is not a multiplicative identity for integers. That is നമുക്ക് ഏതൊരു ഇൻറ്റിജറിനെയും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സെയിം ഇൻറ്റിജർ കിട്ടില്ല. സോ നമുക്ക് കിട്ടുന്നത് ആ ഇൻറ്റിജറിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ then the fifth property is associativity for multiplication. Associative for multiplication പറയുന്നത് എന്താണ്, so a b and c are 3 integers. their product എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം നമുക്ക്, we can write a bracket of a into b into c is equal to a into bracket of b into c. Okay, is it clear? All of you understand? So let's wind up the class. Assalamu Alaikum.